പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളെ ഞാൻ വാഴ്ത്തുന്നു. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. യേശു ദിവസവും നിങ്ങളോട് സംസാരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് അനുഗ്രഹം തന്നെയല്ലേ? യേശു നിങ്ങളെ അതിയായി സ്നേഹിക്കുന്നു. അതുകൊണ്ടാണ് വളരെ കരുതലോടെ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ദിവസം തോറും തന്റെ വചനങ്ങളാൽ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നു, വഴി നടത്തുന്നു, ബലപ്പെടുത്തുന്നു. ഇന്ന് ദൈവം പറയുന്നത് എന്താണെന്നോ? യിരെമ്യാവ് 30-19 ദൈവം പറയുന്നു, ഞാൻ അവരെ വർദ്ധിപ്പിക്കും, അവർ കുറഞ്ഞു പോവുകയില്ല. നിങ്ങളോടാണ് പറയുന്നത്, ഞാൻ നിങ്ങളെ വർദ്ധിപ്പിക്കും, കുറഞ്ഞു പോവുകയില്ല. എന്നുവെച്ചാൽ ഞാൻ നിങ്ങളെ അധികമാക്കുമെന്ന് പറയുന്നു. അതാണ് ദൈവത്തിന്റെ ആഗ്രഹം. ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ എന്ത് ചെയ്താലും അതിനെ വർദ്ധിപ്പിക്കുന്നത്. അതാണ് ദൈവത്തിന്റെ ആഗ്രഹം. നിങ്ങൾ കൃഷി ചെയ്യുകയാണ് എങ്കിൽ അതിന്റെ വിളവ് വർദ്ധിപ്പിക്കും, അത് അധികമാക്കി തരും. നിങ്ങളൊരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ബിസിനസ്സിൽ ഇത് തന്നെയല്ല, വർഷം തോറും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും. അത് കൂടിക്കൊണ്ടേയിരിക്കും, ലാഭം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അതാണ് ഉണ്ടാവുക. ജോലി ചെയ്യുകയാണെങ്കിൽ ജോലിയിൽ ഉയർച്ച, ദൈവമൊരു വർധന തന്നുകൊണ്ടേയിരിക്കും. പഠിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജ്ഞാനത്തെ വർദ്ധിപ്പിച്ച് നല്ല മാർക്ക് വാങ്ങി നേട്ടങ്ങൾ നേടാൻ ദൈവം ഇടയാക്കും. ശുശ്രൂഷ ചെയ്യുകയാണെങ്കിൽ ദൈവം ശുശ്രൂഷയിൽ വർദ്ധിപ്പിച്ച് ആത്മാക്കളെ കൂട്ടിത്തരും. ഞാൻ വർദ്ധിപ്പിക്കും എന്ന് ദൈവം പറയുന്നു. അതാണ് ദൈവത്തിന്റെ ഇഷ്ടം. നിങ്ങൾ വിശ്വസിക്കുമോ? പലരും അങ്ങനെയല്ല, ഇത് മതി എന്ന് പറഞ്ഞ് നിർത്തുന്നത് കൊണ്ടാണ്. അപ്രകാരം ദൈവം പറയുന്നു, നീ വിശ്വസിക്കുന്നത് പോലെ ഭവിക്കട്ടെ എന്ന്. നിങ്ങളെ വർദ്ധിപ്പിക്കണം, കൂടുതൽ മേന്മയുണ്ടാവണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അത് മുഖേന യേശുവിന് മഹത്വമുണ്ടാകുമെന്ന് കരുതി നിങ്ങൾ പ്രവർത്തിച്ചാൽ ദൈവം അത് അധികമാക്കി തരും. ചിലരങ്ങനെയല്ല, ഇത് മതി, ഇങ്ങനെ തന്നെ പോയാ മതി എന്ന് ഒരലസത, കഠിനമായി അധ്വാനിക്കാൻ മനസ്സില്ല. ഇത് മതി, ഇതുപോലെ പോയാ മതി എന്ന് കരുതുന്നു. ചിലർക്കൊരു 50 ആത്മാക്കളെ കിട്ടിയാൽ ഇത് മതി, ഇതിനുമപ്പുറം വളരണമെന്ന ചിന്ത ഉണ്ടാവുന്നില്ല. ഇത് മതി, ഇവരെ കൊണ്ട് മുന്നോട്ട് പോയാ മതി, അത്ര തന്നെ. എത്രയോ അനേകം ആത്മാക്കളുണ്ട്. അവരെല്ലാം വരണം, അവർ രക്ഷിക്കപ്പെടണമെന്ന ഒരു ഉത്സാഹവും ലക്ഷ്യവും ഉണ്ടാവില്ല. അപ്പോൾ ആ സഭ വളരുകയില്ല. പക്ഷേ വാസ്തവത്തിൽ വർദ്ധിക്കണമെന്ന് ഉത്സാഹിക്കുന്ന സഭ വളർന്നുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? നമ്മുടെ ദൈവം വർദ്ധിപ്പിക്കുന്ന ദൈവമാണ്. എനിക്ക് ബിസിനസ് ചെയ്യുന്ന ഒരു സഹോദരനെ അറിയാം. അയാൾ പറഞ്ഞു, ഞാനൊരു പുതിയ ഫാക്ടറി തുറക്കുന്നുണ്ട്, നിങ്ങൾ വന്ന് പ്രാർത്ഥിച്ച് തുടങ്ങിത്തരണം എന്ന് പറഞ്ഞു. ഞാൻ ശരി എന്ന് പറഞ്ഞു പോയി. ഒരു ഗ്രാമത്തിലാണ്, പക്ഷേ വലിയ ഫാക്ടറിയാണ്. അനേകം ജനങ്ങൾക്ക് ജോലി ചെയ്യാനുള്ള അവസരമുണ്ട്, എക്സ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരു ബിസിനസ് ഞാൻ പോയി പ്രാർത്ഥിച്ച് ആരംഭിച്ച് സന്തോഷത്തോടുകൂടി വീട്ടിലേക്ക് തിരിച്ചു വന്നു. അടുത്ത വർഷം വന്നു, ബ്രദർ, മറ്റൊരു ബിസിനസ് തുടങ്ങിയിരിക്കുന്നു, അതും നിങ്ങൾ തന്നെ വന്ന് പ്രാർത്ഥിച്ച് തുടങ്ങിത്തരണമെന്ന് പറഞ്ഞു. വേറൊന്നോ എന്ന് പറഞ്ഞ് അവിടെ ചെന്നപ്പോ അടുത്ത് തന്നെ വലിയൊരു ഫാക്ടറി. ഇത് വേറെയൊരു പ്രോഡക്റ്റാണ്, ഇതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ വളരെ സന്തോഷിച്ചു. ദൈവം തന്റെ മക്കളെ വർദ്ധിപ്പിക്കുന്നു. അടുത്ത വർഷം വീണ്ടും വന്ന് മറ്റൊരു ബിസിനസ് തുടങ്ങിയിരിക്കുന്നു, നിങ്ങൾ വന്ന് പ്രതിഷ്ഠ നടത്തിത്തരണം. ഞാൻ വളരെയധികം സന്തോഷിച്ചു. അവിടെ ചെന്ന് നോക്കിയപ്പോൾ കുറെ പേർക്ക് ജോലി കൊടുത്തുകൊണ്ടിരിക്കുന്നു. അവർക്കൊക്കെ യേശുവിന്റെ സ്നേഹം വെളിവാക്കുന്നു. അയാൾ അനേകർക്ക് അനുഗ്രഹമായി മാറിയിരിക്കുന്നു. വർദ്ധിച്ചുകൊണ്ടേയിരുന്നാൽ നാം മറ്റുള്ളവർക്ക് അനുഗ്രഹമായി മാറും. ആ ചിന്തയുണ്ടായാൽ തന്നെ ദൈവം വർധനവുണ്ടാക്കും. നിങ്ങളെ എന്തുകൊണ്ട് വർദ്ധിപ്പിക്കണമെന്ന് ദൈവം ചോദിക്കും. ഞാൻ നിന്നെ വർദ്ധിപ്പിക്കുന്ന ദൈവമാണ്, അധികമാക്കുന്ന ദൈവമാണ്. എന്തുകൊണ്ട് വർദ്ധിപ്പിക്കണം? അപ്പോൾ നിങ്ങൾ മറ്റുള്ളവർക്ക് അനുഗ്രഹമാകാനായി ഏൽപ്പിക്കുമ്പോൾ ദൈവം വർദ്ധിപ്പിക്കും. ഇപ്പോൾ ദൈവത്തോട് പറയൂ, ദൈവമേ, അങ്ങ് വാക്ക് തന്നിരിക്കുന്നു, എന്നെയും അങ്ങ് വർദ്ധിപ്പിച്ച് അധികമാക്കി അനുഗ്രഹിക്കണമേ എന്ന് വാഗ്ദത്തപ്രകാരം പ്രാർത്ഥിക്കൂ. ഇന്ന് തന്നെ അതിന്റെ ആരംഭം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഹൃദയത്തിൽ കൈവയ്ക്കൂ, ദൈവമേ, ഞാൻ നിന്നെ വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. ഞങ്ങൾ കുറഞ്ഞു പോവുകയില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ഞാൻ കുറഞ്ഞു പോവുകയില്ല, ഞാൻ വർദ്ധിക്കും, ഞങ്ങളെ വർദ്ധിപ്പിക്കും, അനുഗ്രഹത്തെ വർദ്ധിപ്പിക്കും. ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ.